നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അലൂമിനിയം പായ്മരത്തിന്റെ പേരിൽ ലോകശ്രദ്ധ ആകർഷിച്ച ബയേസിയൻ എന്ന 56 മീറ്റർ നീളമുള്ള ആഡംബര നൗക അപകടത്തിൽപ്പെട്ടതിനുള്ള പ്രധാന കാരണം ഈ പായ്മരം തന്നെയാകാമെന്ന വിദഗ്ധരുടെ നിഗമനം. ശക്തിയേറിയ കൊടുങ്കാറ്റിൽപ്പെട്ട് നൗക തകർന്ന് കടലിനടിയിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. ഫലം പെട്ടെന്ന് പ്രവചിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിച്ചു വരുന്ന 18-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട ബയേസിയൻ സിദ്ധാന്തത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ആഡംബര നൗക അപകടത്തിൽപ്പെട്ട മൈക്ക് ലിഞ്ചിന്റെ ഭാര്യയുടെ പേരിലുള്ളതാണ്. ലിഞ്ച് തന്റെ PhD എടുത്തതും പ്രധാനമായും ഈ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. പിന്നീട് തന്റെ ഹ്യൂലെറ്റ് പാക്കാർഡ് 2011 അദ്ദേഹം $11 ബില്യൺ വിറ്റത്. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ചില കേസുകൾ ഉണ്ടായത്. വർഷങ്ങളോളം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിൽ ഇക്കഴിഞ്ഞ ജൂണിലായിരുന്നു ലിഞ്ച് കുറ്റവിമുക്തനാക്കപ്പെട്ടത്. അന്ന് നിറ കണ്ണുകളോടെ കോടതി മുറി വിട്ടിറങ്ങിയ ലിഞ്ചിന്റെ ചിത്രം മാധ്യമങ്ങൾ ആഘോഷമാക്കിയിരുന്നു. ഈ കേസിന്റെ വിജയം ആഘോഷിക്കുവാനായിരുന്നു ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി നൗകയിൽ വിരുന്നിനായി അദ്ദേഹം എത്തിയത്. രാവിലെ 5 മണിയോടെയായിരുന്നു വാട്ടർ സ്പൗട്ട് എന്നറിയപ്പെടുന്ന ടൊർണാഡോ കൊടുങ്കാറ്റ് ഈ ആഡംബര നൗകയെ വിഴുങ്ങിയത്. കാറ്റ് ശക്തമായപ്പോൾ ബോട്ടിന്റെ നിയന്ത്രണം കൈവിടാതിരിക്കാൻ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ ആരംഭിച്ചു എന്ന് തൊട്ടടുത്ത് നങ്കൂരമിട്ടിരുന്ന മറ്റൊരു ബോട്ടിലെ ക്യാപ്റ്റൻ പറയുന്നു. ബയേസിയനുമായി കൂട്ടിമുട്ടാതിരിക്കുവാനും കരുതലെടുത്തു. ആഞ്ഞുവീശിയ കാറ്റിലും ബോട്ടിന്റെ സ്ഥാനം തെറ്റാതിരിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു. എന്നാൽ കാറ്റൊഴിഞ്ഞു നോക്കിയപ്പോഴേക്കും തൊട്ടടുത്ത കപ്പൽ അവിടെ ഇല്ലെന്ന് മനസ്സിലായി എന്ന് ക്യാപ്റ്റൻ നന്നായി വിശദീകരിച്ചു. പിന്നീട് ആ കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടവരിൽ ചിലരെ കടലിൽ കണ്ടെത്തിയെന്നും അവരെ രക്ഷിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അക്കൂട്ടത്തിൽ കേവലം 1 വയസ്സ് മാത്രം പ്രായമുള്ള സോഫി എന്നൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. 6 പേരെയാണ് ഇതുവരെ കണ്ടെത്താൻ ആകാത്തത്. അതിശക്തമായ കാറ്റായിരുന്നുവെന്നും അതെത്തുന്നത് കണ്ടില്ലെന്നുമാണ് അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ ക്യാപ്റ്റൻ പറയുന്നത്.